ഓരോ സിനിമ ഇറങ്ങുമ്പോഴും കളക്ഷനിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്താറുണ്ട്. എന്തുകൊണ്ട് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സിനിമകൾ ഇറങ്ങുമ്പോൾ അതിന് വലിയ കളക്ഷൻ കൂട്ടിവെക്കുന്നത് ചില കാര്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതുമുണ്ട്. പലരുടെയും അനലിസ്റ്റുകൾ നോക്കുമ്പോൾ അത് വ്യക്തവുമാകും. ട്രേഡ് അനലിസ്റ്റുകൾ യഥാർത്ഥ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് എത്താറുമുണ്ട്. ഇത്തവണയും അത് സംഭവിച്ചു, ടെർബോയ്ക്കാണെന്ന് മാത്രം. ടെർബോയുടെ അണിയറ പ്രവർത്തകർ തന്നെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു 50 കോടി മറികടന്നു എന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ 50 കോടി മറികടന്നിരിക്കുന്നത് ഇന്നേ ദിവസമാണെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ ഒരേ സ്വരത്തിൽ പറയുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും വേഗത്തിൽ ഏതൊക്കെ സിനിമകൾ 50 കോടി മറികടന്നു, ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് നേടിയ മലയാള ചിത്രം ഏത്, അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ട്രേഡ് അനലിസ്റ്റുകൾ ഇന്നേ ദിവസം സോഷ്യൽ മീഡിയയിൽ എത്തിയതും. ഏറ്റവും വേഗത്തിൽ 50 കോടി മറികടക്കുന്ന മോളിവുഡ് ചിത്രങ്ങൾ ഏതൊക്കെ? ആദ്യ സ്ഥാനത്ത് നിൽക്കുന്നത് ആടുജീവിതം എന്ന ചിത്രമാണ്. വെറും 4 ദിവസം കൊണ്ടാണ് ആടുജീവിതം 50 കോടി മറികടക്കുന്നത്. രണ്ടാമത് നിൽക്കുന്നത് മോഹൻലാൽ നായകനായ ലൂസിഫർ ആണ്. വെറും 4 ദിവസം കൊണ്ടാണ് ലൂസിഫർ 50 കോടി മറികടക്കുന്നത്. മൂന്നാമത് കുറുപ്പ് എന്ന ചിത്രമാണ്. 5 ദിവസവും പ്ലസ് പ്രീമിയറും ചേർത്താണ് കുറുപ്പ് എന്ന ചിത്രം 50 കോടി വേഗത്തിൽ മറികടക്കുന്നത്. നാലാമത് ഭീഷ്മപർവം എന്ന മമ്മൂട്ടി ചിത്രമാണ്. 6 ദിവസം എടുത്തു ഭീഷ്മപർവം 50 കോടി മറികടക്കാൻ. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രവും 6 ദിവസം കഴിഞ്ഞാണ് 50 കോടി മറികടന്നിരിക്കുന്നത്. ടർബോയും 6 ദിവസം എടുത്തു 50 കോടി മറികടക്കാൻ എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ നൽകുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് റിപ്പോർട്ട്. ആവേശം എന്ന ഫഹദ് ഫാസിൽ ചിത്രവും 6 ദിവസം എടുത്തു 50 കോടി മറികടക്കാൻ. അതിനൊപ്പം തന്നെ വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രങ്ങൾ ഏതൊക്കെ എന്ന കാര്യങ്ങൾ കൂടി അവർ പങ്കുവയ്ക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് വീക്കെൻഡിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ആദ്യം നിൽക്കുന്നത് ആടുജീവിതം തന്നെയാണ്. 64.14 കോടിയാണ് ആടുജീവിതം ഓപ്പണിംഗ് വീക്കെൻഡിൽ സ്വന്തമാക്കിയത്. രണ്ടാമതുള്ളത് ലൂസിഫർ ആണ്. ഓപ്പണിംഗ് വീക്കെൻഡിൽ 55.60 കോടിയാണ് ലൂസിഫർ നേടിയിരിക്കുന്നത്. മൂന്നാമത് ഭീഷ്മപർവം 44.60 കോടി നേടി. നാലാമത് മമ്മൂട്ടി നായകനായ ടെർബോ 44.55 കോടിയാണ് ഓപ്പണിംഗ് വീക്കെൻഡിൽ നേടിയത്. അഞ്ചാം സ്ഥാനത്ത് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം 43.22 കോടിയും ഓപ്പണിംഗ് വീക്കെൻഡിൽ സ്വന്തമാക്കിയുണ്ടായി. ഏറ്റവും ലേറ്റസ്റ്റ് കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകൾ എത്തിയത് ഇങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ ഓപ്പണിംഗ് ഡേയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം ഏതൊക്കെയെന്ന റിപ്പോർട്ടുകളും അവർ പുറത്തുവിടുകയുണ്ടായി. ആ 5 ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് അവർ പറയുന്നത്. ഏറ്റവും ആദ്യം നിൽക്കുന്നത് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രം തന്നെയാണ്. 20.11 കോടിയാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം ആദ്യ ദിനം സ്വന്തമാക്കിയത്. രണ്ടാമത് കുറിപ്പ് 19.11 കോടി സ്വന്തമാക്കി. ഒടിയൻ എന്ന ചിത്രമാണ് മൂന്നാമത് നിൽക്കുന്നത്. 18.11 കോടിയാണ് നേടിയത്. മമ്മൂട്ടി ചിത്രമായ ടെർബോ 16.10 കോടിയുമായി ലേറ്റസ്റ്റായി എൻട്രി നടത്തി. ആടുജീവിതം 16.04 കോടിയുമായി 5ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഇതാണ് ടോപ്പ് 5 ഓപ്പണിംഗ് ഡേയിൽ ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങൾ. മമ്മൂട്ടി കമ്പനി കഴിഞ്ഞ ദിവസമേ 50 കോടി നേടിയ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് എത്തിയിരുന്നു. എന്നാൽ ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്ക് പ്രകാരം 50 കോടി ഇന്നേ ദിവസമാണ് ആയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. അതിനൊപ്പം തന്നെ ടെർബോ 5ാം ദിവസം എത്തിയപ്പോൾ തിങ്കളാഴ്ച 2.65 കോടിയാണ് നേടിയത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. 5 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 20.41 കോടിയാണ് ടെർബോ നേടിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും പങ്കുവയ്ക്കുന്നു.